Hi everyone, welcome to our channel Chandil's Crafted Stone with Care. ഇന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു വെറൈറ്റി മാലയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ലോക്കൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കും മാല ഇടുമ്പോൾ. അങ്ങനത്തെ ഒരു മാലയാണ് ഇത്. നമ്മളിതാ ഇങ്ങനെ ചെറിയ ബീഡ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ചെറിയ ബീഡ്സ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയിൻ യൂസ് ചെയ്യാം. ചെയിൻ യൂസ് ചെയ്തിട്ട് എൻഡിൽ ഇങ്ങനെ കുറച്ച് വലിയ മുട്ടിങ്ങനെ കൊടുത്താൽ മതി. അപ്പം ഇതിനകത്ത് പിന്നെ വേറെ ഒരു സംഭവങ്ങളും വരുന്നില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇത് ഒരു ലെയറിലും 2 ലെയറിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ലെയറിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാതെ നമുക്ക് ചെറിയ ബീഡ്സ് വേണം. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഇച്ചിരി ഡിസൈനുള്ള ബീഡാണ്. ഇനി ഇത് പ്ലെയിൻ ബീഡ്സാണ്, ബ്ലാക്ക് കളർ ബീഡ്സാണ്, അതൊന്നും പ്രശ്നമില്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ ബീഡ്സ് വേണം. പിന്നെ അത് കൂടാണ്ട് എൻഡിൽ കൊടുക്കാൻ ഒരു 8ഓ 10ഓ ഒരു ഇച്ചിരി വലിയ ബീഡ്സ് വേണം. ഇച്ചിരി ഇത്രയുള്ള ബീഡ്സ് ആയാലും മതി. പിന്നെ ഈ ബീഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പിൻസ്, ഈ കാണിച്ചേക്കുന്ന ഹെഡ് പിന്നും ഐ പിന്നും ഒക്കെ. ഇത് ഹെഡ് പിന്നാണ്, ഇത് വേണം. പിന്നെ അതേപോലെ ഐ പിൻ ഇതും വേണം, ഇതേപോലത്തെ പിൻ. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മാല ഉണ്ടാക്കി തുടങ്ങിയാലോ? അപ്പോൾ നോക്കിക്കേ, ഞാൻ ആദ്യമേ ഒരു ഐ പിൻ എടുത്തു. ഈ ഐ പിന്നിൽ ഇവിടെ ഒരു ഹോളുണ്ടല്ലോ, ഈ ഹോളിൽ കൂടെ ഞാൻ ഈ സൂചി ഇങ്ങോട്ട്, ഇപ്പോൾ സൂചി ഇല്ലെങ്കിൽ നൂലിങ്ങനെ ഒരു കെട്ടി അതിൻ്റെ എൻഡൊന്ന് നിങ്ങൾ ഒരു 3 ഇത് നോട്ടിട്ട് കൊടുത്താൽ മതിയേ. ഇത് നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിട്ട് ഇതിൽ ഗം തേച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ എൻഡ് ഭാഗം ഈ നൂലിനോട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ അവിടെ അങ്ങ് ഒട്ടിയിരിക്കുവാണ്. വേണമെങ്കിൽ ശകലം ഗം തേച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം. അടുത്ത് നോക്കിക്കേതാ, ഇത് നമ്മളുടെ സൂചി. ഇത് നമ്മൾ സാധാരണ കൊളുത്തിടുന്ന സ്ഥലത്ത് ഇട്ടേക്കുന്ന ഈ ഒരു പിന്നാണ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബീഡ്സ്, നമ്മൾ ചെറിയ ബീഡ്സാണ്. അപ്പോൾ ചെറിയ ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചിട്ടാൽ പോരാ, നമ്മളൊരു 50-60 ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ബീഡ്സ് ചെറുതായതുകൊണ്ട് നമുക്ക് അത്രയും ലെങ്ത് കിട്ടാൻ വേണ്ടി കൂടുതൽ ബീഡ്സ് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഈ നൂലിൽ കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം 2 എണ്ണമായി. ഇതേപോലെ നമ്മളിനി കുറച്ച് ബീഡ്സ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറച്ച് ബീഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു പിൻ, ഈ പിന്നിൽ ഞാൻ ആദ്യം ഇവിടെ നോട്ട് കൊടുത്തിട്ട് പിന്നെ ഇത്രയും ബീഡ്സ് ഈ സൂചി കൂടെ കോർത്തെടുത്തു. ഇനി ഇതിൻ്റെ എൻഡിൽ നമ്മൾ വീണ്ടും ഒരു പിന്നെടുക്കുന്നു, വീണ്ടും ഒരു ഐ പിൻ എടുക്കുന്നു. എന്നിട്ട് ഇത് എൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടെ നോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ എൻഡിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ വെച്ചത് കൊളുത്തൊന്നും അല്ല വെച്ചത്, നേരെ മറിച്ച് ഇതേപോലത്തെ ഹെഡ് പിന്നാണ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഇവിടെ ഇത് എൻഡ് ചെയ്തു. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 3 നോട്ടിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന നൂല് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ബേസിക്കായിട്ട് മാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇത് നമുക്ക് എക്സ്ട്രാ ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. അതായത് ഇത് നമുക്ക് ഇവിടെ 2 സൈഡിലും 2 ഐ പിന്നും പിന്നെ ഇടയ്ക്ക് ഇത്രയും നൂല് ഇത് കോർത്തെടുക്കും. നൂല് മുത്ത്. അപ്പോൾ ഈ മുത്ത് എപ്പോഴും ചെറിയ മുത്തുകളായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ചെയിൻ യൂസ് ചെയ്തിട്ട് ബാക്കി ചെയിൻ്റെ എൻഡിൽ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് ബാക്കി ചെയിൻ പോലെ ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ മാല ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി ഇതേപോലത്തെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഹെഡ് പിന്നിലോട്ട് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലെയർ വെച്ച് ലൂപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ കയ്യിൽ ഒരു മെഷീനല്ല ഒരു ടൂളുണ്ട്. ഈ ടൂൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് ലൂപ്പ് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും പ്രശ്നമില്ല, അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലൂപ്പ് വീഴും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൂപ്പ് വീഴും. ഇങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പം ഇതിപ്പോൾ എല്ലാവരുടെയിലും ഉണ്ടാവണമെന്നില്ല ഈ ടൂള്, എന്നാലും നമുക്ക് അല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആ മാല ലൂപ്പ് ഇത്
ലൂപ്പിട്ടു. ലൂപ്പിട്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത മാല ഇവിടെയല്ലേ എൻഡ് ചെയ്തത്, അതിൽ ഒരു ബീഡ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത ഹെഡ് പിൻ എടുക്കുവാണ്. ഹെഡ് പിൻ അല്ല, സോറി, ഐ പിൻ എടുത്തിട്ട് ഞാൻ ഇതിൽ കൂടെ നമുക്കിത് കയറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത ബീഡ് നമ്മൾ അറ്റാച്ച്. ഇപ്പോൾ ഇത് ഇവിടെ ഞാൻ ആ മെഷീൻ യൂസ് ചെയ്യാതെ നമുക്കല്ലാതെയും ചെയ്യാൻ പറ്റും. അത് ഈ ജ്വല്ലറി ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുക. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അടുത്ത ബീഡ് ഇടുവാണ്. രണ്ടാമത്തെ ബീഡ് ഇട്ടിട്ട് ഇത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാനിത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട്, ഇത്രയും വേണ്ട, കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ആദ്യം ഒന്ന് ഇങ്ങോട്ട് വളച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇതിൻ്റെ എൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വളച്ചെടുക്കുക. അപ്പോൾ വളച്ചെടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ലൂപ്പ് വിടും. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലിനി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡ്, ഇപ്പം ഞാൻ തൽക്കാലം ഇത്രയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഇവിടെ രണ്ടും ഇവിടെ ഒന്നും. ഇനി ഇതും കൂടെ ഞാൻ ചെയ്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും നീളം വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഒരേ എണ്ണത്തിൽ കേട്ടോ. സെയിം നമ്പറിൽ രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ബീഡ്, ഇപ്പോൾ ഈ ബീഡ് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം. ഇപ്പം വലിയ ബീഡ് ഇടുന്നതുകൊണ്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇതിപ്പം കുഴപ്പമില്ല, ഇങ്ങോട്ട് പോകുന്നില്ല. വലിയ ബീഡിൽ ഇതിൻ്റെ ബീഡിൻ്റെ ഹോള് വലുതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഹെഡ് പിന്നിൽ നിൽക്കത്തില്ല, അതിങ്ങനെ ഊരി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ബീഡ്, അത് ഗോൾഡൻ ബീഡാവാം, ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ബീഡാവാം, അതേതെങ്കിലും ഒന്ന് നമ്മളെടുത്ത് ഇട്ട് കൊടുക്കണേ ആദ്യം. അതിട്ടതിന് ശേഷം നമുക്ക്, അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മൾ ഇതിട്ട് കൊടുക്കും. ഇപ്പോൾ ഈ ബീഡ് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാണ്. ഇതിങ്ങനെ പറ്റും. ഇവിടെ ഇനി ലൂപ്പില്ല, അപ്പോൾ ഇത് എൻഡിൽ വരുന്ന, ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ബീഡാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഇനി ഇവിടെ അങ്ങ് ഇത് ചെയ്ത് കൊടുക്കാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയി. ഇത് വളരെ ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ലോക്കൊന്നുമില്ല. ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കഴുത്തിൽ കൂടെ ഇട്ടിട്ട് നമ്മളുടെ ഇതനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഇങ്ങനെ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കഴുത്തിയിടുക, കഴുത്തിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 2 ലെയറായിട്ടും ഇടുന്നുണ്ട്. അത് നമ്മൾ ഇതേപോലത്തെ, ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ 2 കൂടെ എടുത്ത് നമുക്ക് കഴുത്തിൽ കൂടെ ഇട്ട് ഇതേപോലെ ലൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ആദ്യം ഒരു മാല ഇട്ടിട്ട് അതിൻ്റെ ലൂപ്പ് ഉണ്ടാക്കുക, അടുത്ത രണ്ടാമത്തെ ഇട്ടിട്ട് അതിൽ ലൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഡബിൾ ലെയറായിട്ട് ഇടാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അത് മാത്രമല്ല പല രീതിയിൽ നിങ്ങൾക്കിത് സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ജ്വല്ലറീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക.